ഈ കൂട്ടക്കൊലയിൽ ബാക്കിയായിട്ടുള്ള ഒരേ ഒരു മുതിർന്ന ആൺതരി അത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അലി സൈനുൽ ആബിദീനാണ്. ആ സമയത്ത് അലി സൈനുൽ ആബിദീൻ ഏതാണ്ട് 20 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. ബാക്കി പിന്നെ കുറച്ച് സ്ത്രീകളും കുട്ടികളും ആയിരുന്നു. ഇവരെ യസീദിന്റെ ദർബാറിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. യസീദിന്റെ ദർബാറിൽ വന്നതിന് ശേഷം ഇവരെ 3 ദിവസത്തെ ദുഃഖാചരണം നടത്താൻ യസീദ് അനുവദിക്കുകയും ഇവരെ കൂട്ടിക്കെട്ടി നടത്തിയിട്ടാണ് കൂഫയിൽ നിന്ന് ഡമാസ്കസിലേക്ക് കൊണ്ടുവരുന്നത്. ബന്ദികളാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. റസൂലിന്റെ കുടുംബമാണ്. വസ്ത്രമൊക്കെ കീറിപ്പറിഞ്ഞ് മുടിയൊക്കെ ജട പിടിച്ചിട്ട് തലയിലും മുഖത്തുമൊക്കെ മണ്ണ് കട്ട പിടിച്ചിട്ട് അങ്ങനെയാണ് യസീദിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. ഒരു മാസത്തോളം മരുഭൂമിയിലൂടെ നടത്തിച്ചിട്ടാണ് ഇവരെ അങ്ങോട്ട് കൊണ്ടുവരുന്നത്. കയ്യും കാലും ഒക്കെ കൂട്ടി ബന്ധിച്ച നിലയിൽ അവിടെ കൂടിയിട്ടുണ്ടായിരുന്ന യസീദിന്റെ ആളുകള് ഈ സ്ത്രീകളെ അവർക്ക് വെപ്പാട്ടികളായി ചോദിച്ചിരുന്നു എന്നാണ്. എന്തായാലും യസീദ് അതിനൊന്നും അനുവദിച്ചില്ല. അവർക്ക് 3 ദിവസം ദുഃഖാചരണം നടത്താനുള്ള ഒരു അനുമതി കൊടുത്തു. അവർക്ക് താമസിക്കാൻ സൗകര്യം ഒരുക്കി കൊടുത്തു. അവരുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്തായാലും യസീദിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നല്ല രീതിയിൽ തന്നെയാണ് ഇവരോട് പെരുമാറുന്നത്. അതിനുശേഷം കുറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം ഇവരെ വളരെ നല്ല രീതിയിൽ കാവലേർപ്പെടുത്തി നല്ല രീതിയിൽ തന്നെയാണ് മദീനയിലേക്ക് ഇവരെ പറഞ്ഞയക്കുന്നതും. ഇവരെ നല്ല രീതിയിൽ തന്നെ കാവൽക്കാരോടൊപ്പം മദീനയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്.